ഇത് വളരെ സവിശേഷമായ ഒരു കോയിനേജാണ്. ഒരു കാലത്തിൻ്റെ ഗതിയുടെ ആവിഷ്കാരമായിരിക്കുക, പക്ഷേ ആവിഷ്കാരം രൂപമാർജിക്കുന്നത് അത്യന്തം രഹസ്യമയമായ ഒരു കുംഭസാരം പോലെ ആയിരിക്കുകയും ചെയ്യാം. ഒരേ സമയം ഹൈലി പേഴ്സണലായ, അങ്ങേയറ്റം വ്യക്തിഗതമായ ഒരു കുംഭസാരം എന്ന് പറയുന്നത് അങ്ങേയറ്റം സ്വകാര്യമാണ്, മറ്റൊരാളിലേക്കും എത്താത്ത മട്ടിലുള്ള ഒന്നാണ്. രഹസ്യമയമായ ഒരു കുംഭസാരമായിരിക്കുക, പക്ഷെ ആ കുംഭസാര രഹസ്യത്തിനുള്ളിൽ ആ കാലത്തിൻ്റെ അനശ്വരഗതിയുടെ ആവിഷ്കാരവും ഉണ്ടാകുക. മാർക്സ് ഭാഷ ഉപയോഗിക്കുമ്പോൾ വലിയ കവികളെ പോലെയാണ് പലപ്പോഴും എഴുതുക. മാർക്സ് വിജ്ഞാനത്തെക്കുറിച്ച് എഴുതുന്ന ഒരു വാക്യം, ഹാസ് ഇൻ ദ ട്രീ ഓഫ് നോളജ് ബീൻ അറ്റ് ദ സെയിം ടൈം ദ ട്രീ ഓഫ് സിൻ എവർ സിൻസ് ദ ടൈം ഓഫ് ആദം എന്ന് എഴുതുന്നുണ്ട്. ആദത്തിൻ്റെ കാലം മുതൽ വിജ്ഞാന വൃക്ഷം പാപത്തിൻ്റെ വൃക്ഷം കൂടിയായിട്ടല്ലാതെ നിലക്കൊണ്ടിട്ടില്ലല്ലോ. ഒരു മഹാകവിക്ക് മാത്രം എഴുതാൻ പറ്റുന്ന വാക്യമാണത്. ഹാസ് ഇൻ ദ ട്രീ ഓഫ് നോളജ് ബീൻ അറ്റ് ദ സെയിം ടൈം എ ട്രീ ഓഫ് സിൻ എവർ സിൻസ് ദ ടൈം ഓഫ് ആദം എന്നൊക്കെ മാർക്സ് എഴുതുന്നുണ്ട്. അതുപോലത്തെ ഒരു വാക്യമായിട്ട് എനിക്കിത് തോന്നിയിട്ടുണ്ട്. ഇത് കലയുടെ ഈ വൈരുദ്ധ്യാത്മകമായ ഒരു പ്രകൃതത്തെ, അതിൻ്റെ ഒരു തരത്തിലുള്ള അനന്യതയെ, അതേസമയം ആ അനന്യതയ്ക്കുള്ളിലുള്ള സാമാന്യത്തെ, സാമാന്യവും സവിശേഷവും തമ്മിലുള്ള ഈ സവിശേഷമായൊരു കൂടിക്കുഴയൽ മാർക്സിൻ്റെ ഈ വാക്യത്തിലുണ്ടെങ്കിലും, പൊതുവെ പറഞ്ഞാൽ മാർക്സിസ്റ്റ് കലാവിമർശനമോ സാഹിത്യ വിമർശനമോ ഒക്കെ അത്തരത്തിലുള്ള ഈ രണ്ട് ഘടകങ്ങളുടെ സംയോജനത്തെ വേണ്ട പോലെ അഭിസംബോധന ചെയ്യുന്നതിൽ പലപ്പോഴും വിജയിക്കാതെ പോയതിനാണ് ചരിത്രത്തിൽ തെളിവ് കൂടുതൽ. എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്, കേസരി ഈ രണ്ട് വീക്ഷണങ്ങളെയും നിരസിക്കുകയും പകരം ലാവണ്യവാദത്തെയോ സാമൂഹ്യശാസ്ത്രവാദത്തെയോ പരിഗണിക്കാതെ ലാവണ്യവാദം മുമ്പോട്ട് വച്ച കല അങ്ങേയറ്റം വ്യക്തിഗതമായൊരു ലാവണ്യാനുഭൂതിയാണ് എന്ന വാദത്തെയും, കല സാമൂഹിക യാഥാർത്ഥ്യങ്ങളുടെ ഒരു പ്രതിനിധാന മണ്ഡലമാണ് എന്ന വാദത്തെയും ഉപേക്ഷിച്ചുകൊണ്ട് കലയെ ഒരു നിർമ്മാണ സാമഗ്രിയായി കണ്ടു. ഇന്നും ഈ കാഴ്ചയ്ക്ക് അംഗീകാരമൊന്നുമില്ല കേട്ടോ. ഇന്നും നമ്മുടെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും സമ്മേളനങ്ങളുടെ അനുബന്ധ പരിപാടിയാണ് സാംസ്കാരിക ലോകം. ഞാൻ ഈ അനുബന്ധ പരിപാടിയിൽ പതിറ്റാണ്ടുകളായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ആളായതുകൊണ്ട് കൂടി പറയുകയാണ്, അനുബന്ധ പരിപാടിയാണ്. കേസരി പറഞ്ഞത് ഇത് അനുബന്ധമല്ല, ഇത് നിർമ്മാണ ഘടകമാണ്, കോൺസ്റ്റിറ്റ്യൂട്ടീവാണ്, കല നിർമ്മാണ സാമഗ്രിയാണ്. അങ്ങനെ കലയുടെ ഈ നിർമ്മാണാത്മകത എന്ന് പറയുന്നതിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടും ആ നിർമ്മാണാത്മകതയെ പ്രധാനമായി അവതരിപ്പിച്ചുകൊണ്ടുമാണ് വാസ്തവത്തിൽ കേസരി അന്ന് നിലനിന്നിരുന്ന കലാദർശനത്തിൻ്റെ കാതലിനെ പിളർക്കുന്നത്. കേസരി വാസ്തവത്തിൽ നമ്മുടെ ആധുനികതയുടെ കലാദർശനത്തിനെതിരെയുള്ള, അതിനകത്ത് നടത്തിയൊരു വലിയ യുദ്ധമായിരുന്നു അത് എന്ന് തോന്നുന്നു. ആ നിലയിലാണ് നേരത്തെ കവിത പറഞ്ഞ ഒരു ഉദാഹരണം കേസരി പറയുന്നുണ്ട്. അതായത് പുതിയ ചിത്രകല വികസിച്ചു വരുമ്പോൾ കേരളീയ കലകളും ഫ്യൂച്ചറിസവും എന്ന പേരിൽ എഴുതിയതും നവലോകത്തിൽ ഉൾപ്പെടുത്തിയതുമായ ഒരു ലേഖനമാണ് അത്. ആ ലേഖനത്തിൽ കേസരി പറയുന്നത്, രവിവർമ്മയിൽ നിന്ന് എണ്ണച്ചായം മാത്രവും മറ്റൊന്നും സ്വീകരിച്ചുകൂടാ, ബംഗാൾ സ്കൂൾ ചിത്രകലയിൽ നിന്ന് യാതൊന്നും സ്വീകരിക്കാതെയും വേണം വാസ്തവത്തിൽ ഇനി അങ്ങോട്ട് കല വികസിക്കേണ്ടത്. രവിവർമ്മയിൽ നിന്നൊരു സാങ്കേതിക രീതി എന്ന നിലയ്ക്ക് എണ്ണച്ചായമാകാം. ബംഗാൾ സ്കൂളുകാർ രവിവർമ്മയ്ക്കെതിരെ കൊണ്ടുവന്ന തനത് തദ്ദേശീയ ആധുനികതയെ സമ്പൂർണ്ണമായി കേസരി തള്ളുന്നു. അത് കേസരിയുടെ സവിശേഷമായ ഒരു പൊസിഷനാണ്. ലളിതമായി പറഞ്ഞാൽ കൊളോണിയൽ ആധുനികതയുടെ ഒരു പ്രമേയ ലോകത്തെ, അതിൻ്റെ ഒരു സാങ്കേതിക ഘടകത്തെ കേസരി എടുക്കുന്നുണ്ട്. പ്രമേയ ലോകത്തെ ഉപേക്ഷിച്ചും ദേശീയവാദ ആധുനികത, അഭിനീന്ദ്രനാഥ ടാഗോറും സുഹൃത്തുക്കളും ഒക്കെ ചേർന്നുണ്ടാക്കിയ ദേശീയവാദ ആധുനികതയെ തള്ളിക്കൊണ്ടുമാണ് കേസരി തൻ്റെ ഒരു കലാവീക്ഷണത്തെ ഉയർത്തുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് ഞാൻ ഇന്നലെ സന്ദർഭമായിട്ട് സൂചിപ്പിച്ചിരുന്നു, കേസരിയുടെ കലാചിന്തയുടെ ഹൃദയത്തിൽ സാധാരണ ആളുകൾ എപ്പോഴും പറയും പാശ്ചാത്യ ലോകത്തെ മലയാളത്തിന് പരിചയപ്പെടുത്തിയ ആളാണ് എന്ന് ഔപചാരികമായി പറയും. കേസരി പരിചയപ്പെടുത്തിയ പാശ്ചാത്യ ലോകം അന്ന് പ്രബലമായിരുന്ന പാശ്ചാത്യ ലോകമല്ല. മറിച്ച് കേസരി ഒരു ഭാവനാത്മകമായ യൂറോപ്പിനെ തൻ്റെ എഴുത്തുകളിലൂടെ സൃഷ്ടിക്കുകയും അത് ബ്രിട്ടീഷ് ആധിപത്യമുള്ള സാമ്രാജ്യാധിപത്യപരമായ ഒരു പടിഞ്ഞാറിനെതിരെ അതിനെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം കേസരിയുടെ നോവൽ പ്രസ്ഥാനങ്ങളും എം പി പോളിൻ്റെ നോവൽ സാഹിത്യവും ചേർത്ത് വെച്ച് പരിശോധിച്ചാൽ ഇത് കാണാൻ പറ്റും. എം പി പോൾ നോവലിനെ
ഒരു സുനിശ്ചിത സ്വഭാവമുള്ള ഒരു ജനുസായി അവതരിപ്പിക്കുകയും അതിൻ്റെ സ്വഭാവ ലക്ഷണങ്ങളൊക്കെ വിശദീകരിക്കുകയും ചെയ്ത കാലത്ത് കേസരി എഴുതിയ പുസ്തകത്തിൻ്റെ പേര് നോവൽ പ്രസ്ഥാനങ്ങൾ എന്നാണ്. നോവൽ ഒരു തരമല്ല, പലമാതിരി നോവലുകളുണ്ട്. ഈ തരങ്ങളൊക്കെ തമ്മിൽ ഇടയുന്നുണ്ട്. ഒരു പ്രകാരത്തിലുള്ള നോവൽ മറ്റൊരു പ്രകാരത്തിലേക്ക് വഴിമാറി സഞ്ചരിക്കുന്നുണ്ട് എന്ന് സൂചിപ്പിക്കുകയും അത്ഭുതകരമായൊരു നിരീക്ഷണം അദ്ദേഹം പിന്നെ രൂപമഞ്ജരിയുടെ ആമുഖത്തിൽ നടത്തുന്നത്, ഏതെങ്കിലും ഒരു സാഹിത്യ രൂപത്തിന് ഉള്ളതായി കരുതുന്ന സുനിശ്ചിതത്വം വാസ്തവത്തിൽ അത്രയൊന്നും ബലിഷ്ഠമല്ല. സാഹിത്യ രൂപങ്ങളിൽ ഒന്ന് മറ്റൊന്നിൻ്റെ രൂപം കൈവരിക്കുന്ന ഒരു പോക്കിലേക്കാണ് ഇപ്പൊ നീങ്ങുന്നത്. ഉദാഹരണമായിട്ട് അദ്ദേഹം പറയുന്നത്, ബെർണാഡ് ഷായുടെ നാടകങ്ങൾ നോക്കിയാൽ അതിന് നൽകുന്ന വിശദമായ ആമുഖങ്ങളും രംഗസജ്ജീകരണങ്ങളും പശ്ചാത്തല വിവരണങ്ങളും ഒക്കെ ചേർത്താൽ ഷായുടെ നാടകങ്ങൾ ഏതാണ്ടൊരു നോവലിൻ്റെ പ്രകൃതത്തിലേക്കും ആൽഡസ് ഹക്സ്ലിയുടെ ലേഖനങ്ങൾ ഒരു നോവലുകൾ ഒരു പ്രബന്ധത്തിൻ്റെ പ്രകൃതത്തിലേക്കും ഒക്കെ സഞ്ചരിക്കുന്നുണ്ട്. നമുക്ക് ആനന്ദ് ജനിക്കാൻ പിന്നെയും 10-70 വർഷം കഴിയണമായിരുന്നു. ആനന്ദ് ജനിക്കുന്നതിന് മുമ്പ് കേസരി ഇത് പറയുന്നുണ്ട്, ഒരു പ്രകാരത്തിന് മറ്റൊരു പ്രകാരത്തിലേക്ക് സഞ്ചരിക്കാനുള്ള തോന്നലിപ്പോൾ ഉണ്ട്. രൂപങ്ങളുടെ സുനിശ്ചിതത്വത്തെ സാഹിത്യം വളരെ വൈകാതെ മറികടക്കും. നോവല് പ്രബന്ധമായി തീരും, നാടകം നോവലായി തീരും. മാർസൽ പ്രൂസ്റ്റിൻ്റെ പ്രബന്ധത്തെ അദ്ദേഹത്തിൻ്റെ നോവലിൻ്റെ തുടർച്ചയായി വായിക്കാവുന്ന നിലയാണ് ഇപ്പോൾ ഉള്ളത് എന്ന് കേസരി അതേക്കുറിച്ച് എഴുതുന്നുണ്ട്. രൂപമഞ്ജരിയുടെ ആമുഖത്തിൽ തന്നെയാണ് അദ്ദേഹം എഴുതുന്നതെന്ന് ശ്രദ്ധിക്കണം. ഓരോ രൂപങ്ങളെയും, ഉപന്യാസം, നോവല്, ചെറുകഥ, നാടകം, ഇങ്ങനെ ഓരോന്നിനെയും വിശദമായി പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥത്തിൻ്റെ ആമുഖത്തിൽ തന്നെ ഈ രൂപം സുനിശ്ചിതമല്ല, അത് ചരിത്രത്തിൽ പരിണമിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ് എന്ന കാര്യം അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് കല ചെയ്യുന്നത്? അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ മറ്റൊരു പ്രബന്ധമാണ് മതവും കലയും എന്ന 1936 ഒരു പ്രബന്ധം. മതവും കലയും എന്ന പ്രബന്ധത്തിൽ സൂക്ഷിച്ചു നോക്കുമ്പോൾ അദ്ദേഹം ശാസ്ത്രവും കലയും തമ്മിലുള്ള വ്യത്യാസം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, ശാസ്ത്രം ചെയ്യുന്നത് സവിശേഷങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും സവിശേഷങ്ങളെ ഒഴിവാക്കുകയും അതിൽ നിന്ന് സാമാന്യ തത്വങ്ങളെ കണ്ടെത്തുകയും ചെയ്യുക എന്നതാണ് ശാസ്ത്രം ചെയ്യുന്ന കാര്യം. അങ്ങനെ ചെയ്യുമ്പോൾ ഒരനുഭവത്തിൻ്റെ നിറം, അതിൻ്റെ രുചി, അതിൻ്റെ വർണ്ണഭേദങ്ങൾ, അനുഭൂതിപരമായ പ്രത്യേകതകൾ ഇതൊക്കെ ഒഴിഞ്ഞു പോകും. അങ്ങനെ ഒഴിഞ്ഞു പോകുന്ന കേവല തത്വത്തിലാണ് ശാസ്ത്രത്തിൻ്റെ ശ്രദ്ധ. ശാസ്ത്രം ഒഴിച്ചു കളയുന്ന ഈ കേവല തത്വനിർമ്മാണത്തിൻ്റെ ഘട്ടത്തിൽ ശാസ്ത്രം ഒഴിച്ചു കളയുന്ന യാഥാർത്ഥ്യത്തിൻ്റെ സൂക്ഷ്മത്തിലാണ് കലയുടെ ശ്രദ്ധ. അതുകൊണ്ട് കലയെന്ന് പറയുന്നത് ഒരു ആസ്വാദന സാമഗ്രി മാത്രമല്ല. ഞാനിത് ഈ ഒരു പോയിന്റ് വളരെ പ്രധാനമാണെന്ന് കരുതുന്നു. കലയെന്നത് കേവലമായ ഒരു ആസ്വാദന സാമഗ്രിയല്ല, ഒരു കാലത്തിൻ്റെ യാഥാർത്ഥ്യം അതിൻ്റെ ഏറ്റവും സൂക്ഷ്മ സ്വഭാവത്തിൽ സന്നിഹിതമായിരിക്കുന്നത് കലയിലാണ്. ഇത് തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. കാരണം ഇപ്പൊ കവിതയിലെ വാക്കും ഭാഷയിലെ വാക്കും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നാലോചിച്ചാൽ, ഭാഷയിലെ ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ 5 കൊല്ലം കഴിഞ്ഞു അല്ലെങ്കിൽ കുറെ കാലം കഴിഞ്ഞു എന്ന് നമ്മളൊരു കാലസൂചകമായി ഒരു പ്രസ്താവന നടത്തുമ്പോൾ അതൊരു അമൂർത്തമായ പ്രസ്താവനയാണ്. 5 കൊല്ലം കഴിഞ്ഞു എന്നുള്ള വാക്യത്തെ നിങ്ങൾക്ക് ഏത് കാല സന്ദർഭത്തോടും ചേർത്ത് വയ്ക്കാം. എന്താ പറയുക, പരീക്ഷ പാസ്സായിട്ട് 5 കൊല്ലമായി, അച്ഛൻ ജയിലിൽ നിന്ന് വന്നിട്ട് 5 കൊല്ലമായി, അല്ലെങ്കിൽ ഒരാൾ മരണപ്പെട്ടിട്ട് 5 കൊല്ലമായി, സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 5 കൊല്ലമായി എന്ന് പറയാം. വാൾട്ടർ ബെഞ്ചമിൻ ആധുനികമായ കാലത്തെക്കുറിച്ച് പറയുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു സങ്കല്പനം ഹോമോജനസ് എംപ്റ്റി ടൈം എന്നാണ്. ഏകമാനമായ ശൂന്യകാലം. എല്ലാ കാലത്തിനും ഒരു പ്രകാരം, അത് ഫാക്ടറി തൊഴിലാളിയുടെയും അത് കവിയുടെയും എല്ലാവരുടെയും കാലത്തെ ഒരു പ്രകാരത്തിലാക്കി കാലാനുഭവത്തെ ശൂന്യമാക്കുകയാണ് വാസ്തവത്തിൽ ആധുനികത ചെയ്യുന്നത് എന്ന് വാൾട്ടർ ബെഞ്ചമിൻ പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു ശൂന്യകാലത്തിൻ്റെ ഭാഷയാണ് 5 കൊല്ലം കഴിഞ്ഞു എന്നത്. പക്ഷെ കവിതയിൽ 5 കൊല്ലം കഴിഞ്ഞു എന്ന് വരുന്നത് അങ്ങനെയല്ല. നളിനി ആശ്രമത്തിലെത്തിയിട്ട് 5 കൊല്ലമായി എന്ന് കുമാരനാശൻ എഴുതുന്നത് 5 കൊല്ലം കഴിഞ്ഞു എന്നല്ല,
അതിൽ പിന്നെ 5 വട്ടമിക പൂത്തുകാനനം എന്നാണ്. അതോടെ കാലം എന്നതൊരു